ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 87. പരിശുദ്ധ റൂഹായും സഭയും സഭയുടെ ലിറ്റർജിയിൽ എന്ന വിഷയമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് ഈ കത്തോലിക്ക സഭയുടെ മതബോധനം 1099 മുതൽ 1103 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ്, വകുപ്പുകളാണ്. പരിശുദ്ധ റൂഹ ക്രിസ്തുവിന്റെ രഹസ്യത്തെ ബോധപൂർവം ഓർമ്മിപ്പിക്കുന്നു എന്ന ആശയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ 1099 എന്ന ഖണ്ഡിക നമുക്ക് വായിക്കാം. ലിറ്റർജിയിലൂടെ ക്രിസ്തുവിനെയും അവന്റെ രക്ഷാകരമായ പ്രവൃത്തിയെയും വെളിപ്പെടുത്താൻ പരിശുദ്ധ റൂഹായും സഭയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. പ്രാഥമികമായി വിശുദ്ധ കുർബാനയിലും സമാനമായ രീതിയിൽ മറ്റ് കൂദാശകളിലും ലിറ്റർജി എന്നത് രക്ഷയുടെ രഹസ്യത്തിന്റെ സജീവ സ്മാരകമാണ്. പരിശുദ്ധ റൂഹ സഭയുടെ ജീവിക്കുന്ന ഓർമ്മയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഖണ്ഡിക രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കതിന്റെ ഇംഗ്ലീഷ് കൂടി ഒന്ന് കേൾക്കാം. ദ സ്പിരിറ്റ് ആൻഡ് ദ ചർച്ച് cooperate to manifest Christ and his work of salvation in the liturgy, primarily in the Eucharist and by analogy in the other sacraments. The liturgy is the memorial of the mystery of salvation. The Holy Spirit is the church's living memory. John's Gospel, chapter 14, verse 26. ഏകസത്യ ദൈവം മനുഷ്യവർഗവുമായി ബന്ധം സ്ഥാപിക്കുന്നത്, വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവർഗവുമായി ബന്ധം സ്ഥാപിക്കുന്നത് ലിറ്റർജിയിലൂടെയാണ്. ഈ സത്യമാണ് ഇത് അടിസ്ഥാനപരമായി ആവിഷ്കരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. ചില കാര്യങ്ങൾ ഒരല്പം കട്ടിയാണ്. എങ്കിലും നിങ്ങൾ ഇത് പഠിക്കുന്നവരെ വളരെ ഗൗരവമായിട്ട് കാണുന്നവരാണ്. ലിറ്റർജിയായും സഭയായും ബൈബിളിനൊക്കെ വളരെ ഗൗരവത്തോടെ സമീപിക്കുന്നവരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഞാൻ പേടിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം, പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന അഭിഭാഷകനായ ആ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധ റൂഹായുടെ നിരവധി ദൗത്യങ്ങളിൽ ഒന്നാണ് ഓർമ്മപ്പെടുത്തുക. എന്താണ് ഓർമ്മ എന്ന് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ ചരിത്രവും ഓർമ്മയും സഭയും പരിശുദ്ധ റൂഹായും തമ്മിലുള്ള ബന്ധം മാത്രം പരിശോധിക്കാം. എന്നിട്ട് വേണം ഓർമ്മ എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാൻ. ഓർമ്മപ്പെടുത്തുകയും എന്നാണല്ലോ പറഞ്ഞത്. അതായത് പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന മധ്യസ്ഥനായ, അഭിഭാഷകനായ, സഹായകനായ ആ പരിശുദ്ധാത്മാവ്, ആ പാരക്ലേത്തയായ ആ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾ ഓർമ്മപ്പെടുത്തും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അവൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തും. ഈ ഓർമ്മപ്പെടുത്തും. അപ്പൊ എന്താണ് ഈ ഓർമ്മപ്പെടുത്തുക? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ചെയ്തിട്ടുള്ളതും കൂടിയാണ് ഉൾപ്പെടുന്നത് കേട്ടോ. യേശു ചരിത്രത്തിൽ ചെയ്ത കാര്യങ്ങൾ, അതിനെയാണ് ചരിത്ര യാഥാർത്ഥ്യം, ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി എന്ന് വിളിക്കുന്നത്. യേശു ചരിത്രത്തിൽ ചെയ്ത സകല കാര്യങ്ങളും, അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി, ചരിത്ര യാഥാർത്ഥ്യം. അവയെക്കുറിച്ചുള്ള സ്ലീഹന്മാരുടെ വ്യക്തിപരമായ ഓർമ്മകൾ, ഈശോയുടെ കൂടെ നടന്ന സ്ലീഹന്മാരുടെ വ്യക്തിപരമായ ഓർമ്മകൾ, ഇത് രണ്ടും ചേരുമ്പോൾ ചരിത്ര യാഥാർത്ഥ്യം, യേശു ചരിത്രത്തിൽ ചെയ്ത സംഭവങ്ങൾ, ആ ചരിത്ര യാഥാർത്ഥ്യവും അവയെക്കുറിച്ച് സ്ലീഹന്മാരുടെ ഓർമ്മകളും ചേരുന്നതിനെയാണ് സഭാപിതാക്കന്മാര് ചരിത്ര വസ്തുത എന്ന് പറഞ്ഞത്, ഹിസ്റ്റോറിക്കൽ ഫാക്ട്. അപ്പൊ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയും ഹിസ്റ്റോറിക്കൽ ഫാക്റ്റും തമ്മിൽ അന്തരമുണ്ട്. യേശു ചരിത്രത്തിൽ ചെയ്ത കാര്യങ്ങൾ, അതാണ് ചരിത്ര യാഥാർത്ഥ്യം. അവയെക്കുറിച്ചുള്ള സ്ലീഹന്മാരുടെ ഓർമ്മകൾ. അപ്പൊ ഈ ചരിത്ര യാഥാർത്ഥ്യവും അവയെക്കുറിച്ചുള്ള സ്ലീഹന്മാരുടെ ഓർമ്മകളും ഇത് രണ്ടും ചേരുമ്പോൾ ചരിത്ര വസ്തുതയായി. ഒരു
തിരുവചനത്തിന്റെ അക്ഷരാർത്ഥം നിശ്ചയിക്കുന്നത് ഈ ചരിത്ര വസ്തുതയാണ്. ബൈബിളില് വചനങ്ങൾക്ക് ഒരു അക്ഷരാർത്ഥമുണ്ടല്ലോ. ആധ്യാത്മിക അർത്ഥമുണ്ട്, ദൈവശാസ്ത്രാർത്ഥമുണ്ട്, ക്രിസ്തു ദർശനപരമായ അർത്ഥമുണ്ട്, സഭാത്മക അർത്ഥമുണ്ട്, റൂഹാശാസ്ത്രപരമായ അർത്ഥമുണ്ട്. ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അതിന്റെ അക്ഷരാർത്ഥം നിശ്ചയിക്കുന്നത് ഈ ചരിത്ര വസ്തുതയാണ്. യേശു ചരിത്രത്തിൽ ചെയ്ത യാഥാർത്ഥ്യവും കാര്യങ്ങള്, അവയെക്കുറിച്ചുള്ള സ്ലീഹന്മാരുടെ ഓർമ്മ, ഇത് രണ്ടും ചേരുമ്പോൾ അതിനെയാണ് ചരിത്ര വസ്തുത എന്ന് പറയണേ. ഒരു തിരുവചനത്തിന്റെ അക്ഷരാർത്ഥം നിശ്ചയിക്കുന്നത് ഈ ചരിത്ര വസ്തുതയാണ്. ഈ സ്ലീഹന്മാരുടെ വ്യക്തിപരമായ ഓർമ്മകളും ചരിത്ര യാഥാർത്ഥ്യവും ഒരൊറ്റ ജോഡിയാണ്. പറഞ്ഞല്ലോ, അവ ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമാണ് സഭാപിതാക്കന്മാരെ വിശേഷിപ്പിച്ച ചരിത്ര വസ്തുത രൂപപ്പെടുന്നത്. ആ ചരിത്ര വസ്തുതയാണ് തിരുവചന പാഠത്തിന്റെ അക്ഷരാർത്ഥം നിശ്ചയിക്കുന്നു പറഞ്ഞു. വ്യക്തിപരമായ ഓർമ്മകളിൽ നിന്ന് ഭാഗികമായും സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് ഭാഗികമായും അറിഞ്ഞതാണ് ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളുടെ ബാഹ്യവശം. ഞാൻ ഒന്നുകൂടി പറയാണ്. സ്ലീഹന്മാരുടെ വ്യക്തിപരമായ ഓർമ്മകളിൽ നിന്ന് ഭാഗികമായി, സഭയിൽ ഉറച്ചുപോയ പാരമ്പര്യത്തിൽ നിന്ന് ഭാഗികമായി, ഇത് ഇങ്ങനെ അറിഞ്ഞതാണ് സ്ലീഹന്മാരുടെ വ്യക്തിപരമായ ഓർമ്മകളും സഭയിൽ ഉറച്ചുപോയ പാരമ്പര്യങ്ങളും. ഇങ്ങനെ രണ്ടിൽ നിന്നും ഭാഗികമായി അറിഞ്ഞതാണ് ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളുടെ ബാഹ്യവശം. ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളുടെ സാക്ഷി എന്ന നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് യോഹന്നാന്റെ ഉദ്ദേശ്യം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വചനമാണ് നമ്മൾ പറയുന്നത്. യോഹന്നാൻ 14:26. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളെ അതിനെ ചരിത്രത്തിന്റെ മാംസം എന്നൊക്കെയാണ് അവതരിപ്പിക്കുക. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ചരിത്രത്തിന്റെ മാംസം, ആത്മാവല്ല മാംസം, അങ്ങനെയാണ് പറയുക. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അതിന് ആത്മാവ് ഉണ്ടാകുന്നത് തിരുവചനങ്ങളും വ്യാഖ്യാനിക്കുമ്പോഴാണ്. നമ്മളൊരു സംഭവം ഉണ്ടായാൽ അതിന് വ്യാഖ്യാനം ഉണ്ടാകുമല്ലോ. ആ വ്യാഖ്യാനത്തിലൂടെയാണ് ആ സംഭവത്തിന് ആത്മാവ് ഉണ്ടാവണേ. അപ്പം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ആൾക്കാർ ചോദിക്കും. സംഭവിച്ചാൽ മാത്രമേ അത് മാംസമാകുള്ളൂ. സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണെങ്കിൽ മാംസമാകുള്ളൂ. അതേക്കുറിച്ച് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് ആ സംഭവത്തിന് ആത്മാവ് ഉണ്ടാകുന്നത്. അപ്പോൾ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളെ, അതായത് ചരിത്രത്തിന്റെ മാംസത്തെ യോഹന്നാൻ സ്ലീഹ അവതരിപ്പിച്ചതുപോലെ വ്യാപകമായും ശക്തമായും മറ്റാരും തന്നെ ഊന്നി പറഞ്ഞിട്ടില്ല. നമുക്ക് ചില വചനങ്ങൾ നോക്കാം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും ഞങ്ങളുടെ കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെക്കുറിച്ച് പരസ്യമായി വെളിപ്പെടുകയും ഞങ്ങൾ കാണുകയും സാക്ഷ്യം നൽകുകയും ചെയ്യുന്ന ജീവനെക്കുറിച്ച്, പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവനെക്കുറിച്ച് തന്നെ. ഇത് യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിലെ വചനങ്ങളാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങള്. ഇത് നിങ്ങൾ ഒന്നുകൂടി കേൾക്കണേ. ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ കാത് കൊണ്ട് കേട്ടത്, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത്, സൂക്ഷിച്ച് വീക്ഷിച്ചത്, ഞങ്ങളുടെ കൈകൾ കൊണ്ട് സ്പർശിച്ചത്, ആ നിത്യജീവന്റെ വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കണേ. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങള്, ചരിത്ര യാഥാർത്ഥ്യവും അവയെക്കുറിച്ചുള്ള സ്ലീഹന്മാരുടെ സ്മരണകളും, ഇത് രണ്ടും 3-4 ഘടകങ്ങളിലേക്ക് കടക്കും. എന്താണ് ഈ 3-4 ഘടകങ്ങള്? സഭയിൽ ആദ്യം മുതൽ ഉറച്ചുപോയ വിശുദ്ധ പാരമ്പര്യങ്ങളാണ് 3-ാമത്തെ കാര്യം. പരിശുദ്ധാത്മാവിന്റെ മാർഗദർശനമാണ് 4-ാമത്തേത്. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളുണ്ട്. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ചരിത്ര യാഥാർത്ഥ്യം, അവയെക്കുറിച്ചുള്ള സ്ലീഹന്മാരുടെ ഓർമ്മകള്, സഭയിൽ തുടക്കം മുതൽ ഉറച്ചുപോയ വിശുദ്ധ പാരമ്പര്യങ്ങള്, പരിശുദ്ധാത്മാവിന്റെ മാർഗദർശനം. ഈ 4 കാര്യങ്ങള് ചേരുമ്പോഴാണ് ഈ സ്മാരകം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തിരുവചനത്തിന്റെ സ്മാരകം ഉണ്ടാകുന്നത്. അത് സജീവ സ്മാരകമാണ്. തീർച്ചയായും യോഹന്നാൻ സ്ലീഹ വ്യക്തിപരമായ സ്വന്തം ഓർമ്മകൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. 4-ാം സുവിശേഷത്തിന്റെ ഒരു സവിശേഷതയാണത്. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 19:35 കർത്താവിന്റെ ഈ പാർശ്വം പിളർക്കപ്പെട്ടു, അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. എന്നിട്ട് എഴുതാണ്, അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു.
ഇങ്ങനെ വ്യക്തിപരമായ സ്മരണയെ ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട് യോഹന്നാൻ ശ്ലീഹ. അതേസമയം അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്മരണകളായി, ഓർമ്മകളായി അതിനെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ന ഒന്നിന് ഊന്നൽ നൽകുകയല്ല, ഞങ്ങൾ എന്ന ഒരു പ്രയോഗത്തിനാണ് യോഹന്നാൻ ശ്ലീഹ ഊന്നൽ നൽകുന്നത്. സഭയുടെ അംഗങ്ങളായ ഞങ്ങൾ എന്ന സമസ്ത ഇല്ലേ, സമഷ്ടി എന്ന് വെച്ചാൽ ഒരു സാകല്യാവസ്ഥ. ഞാൻ മാത്രമല്ല, സഭയുടെ അംഗങ്ങളായ ഞങ്ങൾ, ആ ഞങ്ങൾ എന്ന സമഷ്ടിയുടെ ഒരു അവസ്ഥയിലാണ് വ്യക്തികളുടെ സ്മരണകൾക്ക് മൂല്യമുണ്ടാകുന്നതെന്ന് യോഹന്നാൻ ശ്ലീഹയ്ക്ക് അറിയാം. ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത്, ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചത്, ഞങ്ങൾ കൈകൊണ്ട് സ്പർശിച്ചത്, ഞാൻ കേട്ടത്, എന്റെ കണ്ണുകൊണ്ട് കണ്ടത്, ഞാൻ സൂക്ഷിച്ച് വീക്ഷിച്ചത്, എന്റെ കൈകൾ കൊണ്ട് കണ്ടത്, ഇങ്ങനെയൊന്നല്ല എഴുതിയത്. ഇങ്ങനെയല്ല, ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടത്, ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചത്. അപ്പൊ സഭ എന്ന ഞങ്ങൾ അതിന് അങ്ങേറ്റ ഊന്നൽ നൽകിയിരിക്കുകയാണ് യോഹന്നാൻ ശ്ലീഹ. ചരിത്രത്തിന്റെ സ്മരണകള് അയവിറക്കുന്നത് ഞങ്ങൾ എന്ന ഒരു സഭയാണ്, ഞാൻ എന്ന വ്യക്തിയല്ല. ശിഷ്യന്മാരുടെ സമൂഹത്തിനുള്ളിലും സമൂഹത്തോടൊപ്പവുമാണ് ഈ വ്യക്തികള് എല്ലാം ഓർക്കുന്നത്. ശിഷ്യന്മാരുടെ സമൂഹം, അതായത് സഭാ സമൂഹം, അതിനോടൊപ്പമാണ് ഈ യോഹന്നാൻ ശ്ലീഹയാണെങ്കിലും മറ്റ് ശ്ലീഹന്മാരാണെങ്കിലും സ്മരണകൾ അയവിറക്കുന്നത്. വ്യക്തിപരമായ സാക്ഷ്യം എത്ര സ്പഷ്ടമായി നിന്നാലും സ്മരണകൾ ഉണ്ടാകുന്നതും അത് പ്രകാശിപ്പിക്കുന്നതും ഒരു ശിഷ്യൻ ഞാൻ എന്ന നിലയിലല്ല, ശിഷ്യവൃന്ദത്തിന്റെ ഒരു ഗണം ഞങ്ങൾ എന്ന അവസ്ഥയിലാണ്. സഭയുടെ ഞങ്ങൾ എന്ന സമഷ്ടി സുവിശേഷത്തിന് അടിത്തറ പാകുന്ന വ്യക്തിപരമായ സ്മരണകൾ സഭയുടെ ഓർമ്മയിലേക്ക് കടത്തിവിടുമ്പോൾ അപ്പോൾ മാത്രമാണ് അവ ശുദ്ധീകരിക്കപ്പെടുന്നതും ആഴപ്പെടുന്നതും. ഇതെല്ലാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 2-3 പ്രാവശ്യം നിങ്ങൾ കേട്ടോളോ, എന്നിട്ട് ചിന്തിച്ചോളോ എന്താണ് ഞാൻ ഈ പറയുന്നതെന്ന്. അപ്പോൾ മാത്രമാണ് ഞാൻ കണ്ടതാണ്, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്നൊക്കെയുള്ള ആ ഒഴുക്കൻ മറ്റുള്ള സ്മരണകളിൽ നിന്ന് വസ്തുതകൾ അതീതമാകുന്നത്. വസ്തുത അതീതമാകണമെങ്കിൽ അതിന് കുറച്ചുകൂടി ആധികാരികത വരണമെങ്കിൽ ഞാൻ എന്ന അവസ്ഥയിൽ നിന്ന് എന്റെ ഓർമ്മ, എന്റെ സ്പർശം, ഞാൻ സ്പർശിച്ചത്, ഞാൻ കേട്ടത്, ഞാൻ കണ്ടത് എന്ന ആ ഒഴുക്കൻ മറ്റുള്ള സംഗതിയിൽ നിന്ന് വിശുദ്ധമായ സംഗതിയായിട്ട് മാറുന്നത് ഈ സഭയുടെ സംഘാതമായ ഓർമ്മകളിലേക്ക് കടത്തിവിടുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ് അതിന് ആധികാരികത വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതിന്റെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ മാർഗദർശനം. അപ്പൊ ഇതെല്ലാം ചേരുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഈ 4 കാര്യങ്ങൾ ഒന്നുകൂടി കേൾക്കാം. 4 കാര്യങ്ങൾ ഒന്നുകൂടി. ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ, അതിന് നമ്മൾ ചരിത്ര യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു. അതേക്കുറിച്ചുള്ള ശ്ലീഹന്മാരുടെ ഓർമ്മകൾ, രണ്ടാമത്തെ കാര്യം. 3, സഭയിൽ ഉറച്ചുപോയ വിശുദ്ധ പാരമ്പര്യങ്ങൾ. 4, പരിശുദ്ധാത്മാവിന്റെ മാർഗദർശനം. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അതിനെയാണ് ഈ ഇന്നത്തെ ഈ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒന്ന്, പരിശുദ്ധ റൂഹ സഭയുടെ ജീവിക്കുന്ന ഓർമ്മയാണ്. ലിറ്റർജി എന്നത് രക്ഷയുടെ രഹസ്യത്തിന്റെ സജീവ സ്മാരകമാണ്. ഈ സജീവ സ്മാരകവും സഭയുടെ ജീവിക്കുന്ന ഓർമ്മയായ പരിശുദ്ധ റൂഹായും. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ ഒന്നുകൂടി പറയാം. ചരിത്രത്തിൽ യേശു ചെയ്ത കാര്യങ്ങൾ. 2, അവയെക്കുറിച്ചുള്ള ശ്ലീഹന്മാരുടെ സ്മരണകൾ. അപ്പൊ ചരിത്ര യാഥാർത്ഥ്യമാണ് ആദ്യത്തേത്. ഈ സ്മരണകൾ ചേരുമ്പോൾ അതിന് ചരിത്ര വസ്തുതയാകും. പിന്നെ ഇത് 2ഉം സഭയിൽ തുടക്കം മുതൽ ഉറച്ചുപോയ വിശുദ്ധ പാരമ്പര്യങ്ങൾ. പിന്നെ പരിശുദ്ധാത്മാവിന്റെ മാർഗദർശനം. ഇതെല്ലാം ചേരുമ്പോഴാണ് ഈ ലിറ്റർജി എന്നത് രക്ഷയുടെ രഹസ്യത്തിന്റെ സജീവ സ്മാരകമാകുന്നത്. രക്ഷാരഹസ്യത്തിന്റെ സജീവ സ്മാരകം, ജീവനുള്ള സ്മാരകം.
ഇത്രയും നമുക്ക് മനസ്സിലാക്കാം. ബാക്കി ഇനി എന്താണ് ഓർമ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ലിറ്റർജി ജീവിക്കുന്ന ജീവനുള്ള സ്മാരകമാണ്, ചത്ത സ്മാരകമല്ല, ജീവനുള്ള സ്മാരകം. അത് കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓർമ്മ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ആഴത്തിലേക്ക് കടക്കാം. ഇത്രയും നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.